In this session, I am going to discuss the charging of capacitor through a resistor. So consider a circuit containing a resistance and capacitance connected in series to a battery E through a key K. ഇനി ഈ കീ ക്ലോസ് ചെയ്ത് കഴിയുമ്പോൾ എന്ത് പറ്റും? ഈ സെല്ല് ഈ കപ്പാസിറ്റൻസിനെ ചാർജ് ചെയ്യും. ആൻഡ് ലെറ്റ് Q of t be the charge on the capacitance at any instant of time t. കപ്പാസിറ്റർ ചാർജ് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് ഏതെങ്കിലും ഒരു പർട്ടിക്കുലർ ടൈമിൽ ചാർജ് Q of t എന്ന് ഞാൻ ഡിനോട്ട് ചെയ്യുന്നു. Now the potential, we know the potential across the capacitor. Potential across the capacitor V is equal to Q by C. Potential is given by Q by C. Now we can write the equation for EMF. Equation for EMF in the circuit, that is E. E is equal to ഇവിടെ സോഴ്സ് പ്രൈമറി സോഴ്സ് ഇ ആണ്. ദാറ്റ് ആ പൊട്ടൻഷ്യൽ ഡ്രോപ്പ് ആവുന്നത് റെസിസ്റ്ററിനും കപ്പാസിറ്റൻസ് അക്രോസുള്ള പൊട്ടൻഷ്യലാണ്. സോ പൊട്ടൻഷ്യൽ അക്രോസ് റെസിസ്റ്റൻസ് ഈസ് അതുവഴി ഫ്ലോ ചെയ്യുന്ന കറണ്ട് ഐ ആണെങ്കിൽ ഇറ്റ് ഈസ് ഐ ഇൻറ്റു ആർ പ്ലസ് പൊട്ടൻഷ്യൽ അക്രോസ് കപ്പാസിറ്റൻസ് ഈസ് ക്യൂ ബൈ സി. ദാറ്റ് ദിസ് ഈസ് ഇക്വേഷൻ 1. ആൻഡ് വേർ ദിസ് കറണ്ട് I equal to dq by dt. Current is the rate of change of charge. നിങ്ങൾക്കറിയാം, നമ്മൾ കണക്ട് ചെയ്തിരിക്കുന്ന ഒരു ഡി സി സോഴ്സാണ്. ഡി സി കറണ്ട് കപ്പാസിറ്റൻസ് കണ്ടക്ട് ചെയ്യില്ല, ഒരിക്കലും കപ്പാസിറ്ററിൽ കൂടെ ഡി സി കറണ്ട് പോവില്ല. പക്ഷേ ഈ സ്വിച്ച് ഓൺ ചെയ്യുന്ന സമയത്ത് ഈ കപ്പാസിറ്റൻസ് ചാർജ് ചെയ്യുന്നത് കൊണ്ട് ഒരു കറണ്ട് ഉണ്ടാവും, ഒരു ട്രാൻസിയൻറ്റ് കറണ്ട് ഉണ്ടാവും. ആ ട്രാൻസിയൻറ്റ് ഇഫക്റ്റാണ് നമ്മളിവിടെ ഡിസ്കസ് ചെയ്യുന്നത്. ആ കറണ്ട് ഡി ക്യൂ ബൈ ഡി ടി. ഇനി ഈ കപ്പാസിറ്റൻസ് അതിൻ്റെ മാക്സിമം വാല്യൂവിലേക്ക് ചാർജ് ചെയ്ത് കഴിഞ്ഞാൽ, ഈ സ്വിച്ച് കുറേ നേരം ഓൺ ചെയ്ത് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കപ്പാസിറ്റൻസ് ചാർജ് ചെയ്ത് മാക്സിമം ആവും. ആ മാക്സിമം ചാർജ് Q0 ആണെന്ന് വിചാരിക്കുക. Q0 ചാർജിലേക്ക് ചാർജ് ചെയ്ത് കഴിഞ്ഞാൽ വെൻ Q ഈക്വൽ ടു Q0 ചാർജ് ഫുൾ ചാർജ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ അതിൽ കൂടെ കറണ്ട് ഫ്ലോ ചെയ്യില്ല, കപ്പാസിറ്റൻസ് ഡി സി കറണ്ടിനെ ബ്ലോക്ക് ചെയ്യും. ദെൻ വി ഗെറ്റ് I ഈക്വൽ ടു ഡി ക്യൂ ബൈ ഡി ടി ഈക്വൽ ടു 0. കറണ്ട് കോൺസ്റ്റൻ്റ് ആണ്. മാക്സിമം വാല്യൂ എത്തി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ചാർജ് മാക്സിമം വാല്യൂ എത്തി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കറണ്ട് 0 ആണ്. ചാർജ് കോൺസ്റ്റൻ്റ് ആണെങ്കിൽ ഡി ക്യൂ ബൈ ഡി ടി 0 ആണ്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഇക്വേഷൻ 1 എന്ത് കിട്ടും? ഇക്വേഷൻ 1 നമുക്കറിയാം ഇ ഈസ് ഈക്വൽ ടു കറണ്ട് 0 ആയിട്ടുണ്ടെങ്കിൽ ദാറ്റ് ഈസ് ഈക്വൽ ടു മാക്സിമം ചാർജ് Q0 ബൈ സി. ഓക്കെ, അപ്പോൾ ഈ ഇക്കുള്ളൊരു ഇക്വേഷൻ എക്സ്പ്രഷൻ Q0 ബൈ സി എന്നുള്ളത് ഇക്വേഷൻ 1 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. അങ്ങനെയാണെങ്കിൽ ഈ ഇക്ക് പകരം ഞാൻ Q0 ബൈ സി എന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു. Q0 ബൈ സി ഇസ് ഈക്വൽ ടു ഐക്ക് പകരം ഡി ക്യൂ ബൈ ഡി ടി എന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു. ഡി ക്യൂ ബൈ ഡി ടി ടൈംസ് ആർ പ്ലസ് ക്യൂ ബൈ സി. ഈ ടൈമിന് ഞാൻ ലെഫ്റ്റിലേക്ക് കൊണ്ടുവരാണ്. സോ Q0 ബൈ സി മൈനസ് ഈ ടൈമിൽ കൊണ്ടുവരും മൈനസ് ക്യൂ ബൈ സി ഈസ് ഈക്വൽ ടു dq by dt times r, or I can write Q0 minus q divided by c equal to dq by dt times r. ഇതിനെ ഞാൻ ഒന്ന് റീഅറേഞ്ച് ചെയ്ത് എഴുതാണ്. ദാറ്റ് ഈസ് dt by cr. ഈ ഡി ടി ഇങ്ങോട്ട് കൊണ്ടുവരുന്നു, ആറിന് ഡിനോമിനേറ്ററിലേക്ക് ലെഫ്റ്റിലേക്ക് കൊണ്ടുവരുന്നു. സോ dt by cr ഈക്വൽ ടു dq by Q0 minus q. Q0 minus q ടൈമിനെ റൈറ്റിൽ ഡിനോമിനേറ്ററിൽ എഴുതുന്നു. Now integrating this equation, we get ഫസ്റ്റ് ടൈമിന് ഇൻ്റഗ്രേറ്റ് ചെയ്യുമ്പോൾ 1 by cr കോൺസ്റ്റൻ്റ് ആണ്, 1 by cr into dt. So 1 by cr into integral dt is t. That is plus constant of integration k. Constant of integration ഞാനിപ്പോൾ k എന്നാണ് എഴുതുന്നത്, കാരണം സി നമ്മൾ ഓൾറെഡി കപ്പാസിറ്റൻസിന് യൂസ് ചെയ്തിരിക്കും, കപ്പാസിറ്റൻസിനെ റെപ്രസെൻറ്റ് ചെയ്യാൻ. ദാറ്റ് ഈസ് ഈക്വൽ ടു ദെൻ ഇൻ്റഗ്രൽ ഡി ക്യൂ 1 by Q0 മൈനസ് ക്യൂ ഡി ക്യൂ. സോ അതിനെ ഇൻ്റഗ്രേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് മൈനസ് ലോഗ് Q0 മൈനസ് ക്യൂ. ഇവിടുത്തെ വേരിയബിൾ ഇൻ്റഗ്രേഷൻ വേരിയബിൾ ക്യൂ ആണ്. സോ മൈനസ് ലോഗ് Q0 മൈനസ് ക്യൂ. നമുക്ക് ഈ കോൺസ്റ്റൻ്റ് ഓഫ് ഇൻ്റഗ്രേഷനെ ഫിക്സ് ചെയ്യണം. കോൺസ്റ്റൻ്റ് ഓഫ് ഇൻ്റഗ്രേഷനെ ഫിക്സ് ചെയ്യാനായിട്ട് നമുക്ക് ഒരു ഇനീഷ്യൽ കണ്ടീഷൻ എടുക്കണം. ദിസ് ഈസ് ദി ഇനീഷ്യൽ കണ്ടീഷൻ. when t equal to 0 q equal to 0. t equal to 0 എന്ന് പറഞ്ഞാൽ ഈ സ്വിച്ച് ഓൺ ചെയ്യുന്നതിനേക്കാൾ തൊട്ട് മുമ്പുള്ള സമയം. അപ്പോൾ സ്വിച്ച് ഓൺ ചെയ്യുന്നതിനേക്കാൾ മുമ്പ് കപ്പാസിറ്ററിലെ ചാർജ് എത്രയാണ്? കപ്പാസിറ്ററിലെ ചാർജ് 0 ആണ്. സോ t is equal to 0 at t is equal to 0 q is equal to 0. So that this is equation 2. So equation 2 ൽ നിന്ന് നമുക്ക് എന്ത് കിട്ടും?
ഈ ഇനീഷ്യൽ കണ്ടീഷൻ കൊടുക്കുകയാണെങ്കിൽ ഇക്വേഷൻ 2 നിന്ന് കിട്ടും ടി ഈക്വൽ ടു 0, ഫസ്റ്റ് ടൈം 0 ആണ്, 0 പ്ലസ് കെ ഈക്വൽ ടു മൈനസ് ലോഗ് Q0 മൈനസ് ക്യൂവും 0 ആണ്. സോ മൈനസ് Q0, അപ്പോൾ കെ കോൺസ്റ്റൻറ്റ് ഓഫ് ഇൻറ്റഗ്രേഷൻ കെ ഈസ് ഈക്വൽ ടു മൈനസ് ലോഗ് Q0. ഇനി ഇക്വേഷൻ 2ൽ അത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുകയാണെങ്കിൽ ടി ബൈ സി ആർ, ഫസ്റ്റ് ടൈം ടി ബൈ സി ആർ പ്ലസ് കെ കോൺസ്റ്റൻറ്റ് ഓഫ് ഇൻറ്റഗ്രേഷൻ എത്രയാണ്, ഇറ്റ് ഈസ് മൈനസ് ലോഗ് Q0 ഈക്വൽ ടു മൈനസ് ലോഗ് റൈറ്റ് ഹാൻഡ് സൈഡ് അതുപോലെ തന്നെ എഴുതുന്നു Q0 മൈനസ് Q. Now ഈ ടൈമിന് റൈറ്റ് ഹാൻഡ് സൈഡിലെ ലോഗ് Q0 മൈനസ് ക്യൂവിനെ ലെഫ്റ്റിലേക്ക് എഴുതാണ്. സോ ഇറ്റ് ഗെറ്റ് പ്ലസ് ലോഗ് Q0 മൈനസ് ക്യൂ, ദെൻ മൈനസ് ഈ ടൈമിന് എഴുതാണ് മൈനസ് ലോഗ് Q0 ഈക്വൽ ടു ഈ ടൈമിനെ റൈറ്റിലേക്ക് കൊണ്ടുപോകാണ്. സോ ഇറ്റ് ബിക്കം നെഗറ്റീവ് ടി ബൈ സി ആർ. Now log a by b, a minus b is log a by b. So this is log Q0 minus q divided by Q0 equal to minus t by cr. Now taking exponential on both sides, taking exponential, so exponential of logarithm is that function. So Q0 minus q by Q0 is equal to right hand side e raised to minus t by cr. That is Q0 minus Q0 by Q0 minus Q by Q0 is equal to e raised to minus t by cr. So this implies 1 minus Q by Q0 is equal to e raised to minus t by cr, or I can write Q by Q0 is equal to 1 minus e raised to minus t by cr, or we want an expression for Q, or Q of t equal to Q0 Q0 times 1 minus e raised to minus t by cr. So this is the required equation. So what is Q of t? Q of t is the charge at any instant of time t. സ്വിച്ച് ഓൺ ചെയ്തിട്ട് ചാർജ് ഗ്രോ ചെയ്യുകയാണ്, 0ൽ നിന്ന് മാക്സിമം ചാർജായി Q0ലേക്ക് ഗ്രോ ചെയ്യുകയാണ്. അപ്പോൾ ആ ഗ്രോ ചെയ്യുന്ന സമയത്ത് ഏതെങ്കിലും ഒരു ടൈമിൽ ഏത് ഇൻസ്റ്റൻറ്റ് ഓഫ് ടൈമിലും ചാർജിനുള്ള എക്സ്പ്രഷനാണ്. സോ 1 minus e raised to minus t by cr. Let it be equation 3. ഇത് നമുക്ക് ഇൻഡക്റ്റൻസ് LR സർക്യൂട്ടിന് കിട്ടിയ ഇക്വേഷൻ്റെ അതേ ഫോമിൽ തന്നെയാണ്. 1 മൈനസ് എക്സ്പോണൻഷ്യൽ ഫംഗ്ഷനാണ്, ഒരു വ്യത്യാസമുള്ളൂ. ഇവിടെ 1 ബൈ സി ആറിന് പകരം അവിടെ ഉണ്ടായിരുന്നത് നമുക്ക് മൈനസ് ആർ ബൈ എൽ ആയിരുന്നു, ഇൻഡക്റ്റൻസിൻ്റെ ടേമാണ് ഉണ്ടായിരുന്നത്. പിന്നെ കറണ്ടിന് പകരം ഇവിടെ നമ്മൾ കപ്പാസിറ്റർ ആയതുകൊണ്ട് കൺസിഡർ ചെയ്യുന്നത് ചാർജാണ്. സോ ഇക്വേഷൻ 3 represents the growth of charge in CR circuit. Now this factor CR is called time constant tau, or relaxation time, or time constant or relaxation time. Now let us see how we can define the relaxation time. When t is equal to tau, q at t is equal to tau, equation 3ൽ t is equal to tau relaxation time ഞാൻ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാണ്. സോ ദിസ് ഈസ് ഈക്വൽ ടു Q0 1 minus e raised to minus t എത്രയാണ്, t is tau is equal to cr. So cr divided by cr. So that is Q0 into 1 minus e raised to minus 1. This is equal to 0.6321 Q0. നമ്മൾ LR സർക്യൂട്ടിൽ കണ്ടതുപോലെ തന്നെ. Or it is the time required by the capacitor to charge 63.2% of Q0 maximum charge, 63.2% of Q0. Or I can define the time constant in this way. It is a time taken by the capacitor to get charged to 63.2% of the maximum value Q0 that can be stored. എങ്ങനെയായിരിക്കും ഇതിൻ്റെ പ്രൊഫൈൽ വരാം, നമ്മൾ LR സർക്യൂട്ടിൽ കണ്ടതിൻ്റെ അതേപോലെ തന്നെ ആയിരിക്കും. ടൈം വേഴ്സസ് ക്യൂ ഓഫ് ടി, ഇതിൻ്റെ ഒരു ഗ്രാഫ് എക്സ്പോണൻഷ്യലായിട്ടായിരിക്കും. 1 മൈനസ് എക്സ്പോണൻഷ്യലാണ്, അപ്പോൾ എക്സ്പോണൻഷ്യലായിട്ടായിരിക്കും അത് ഗ്രോ ചെയ്യുന്നത്. എക്സ്പോണൻഷ്യൽ ഗ്രോ ചെയ്ത് അതിൻ്റെ സ്റ്റഡി സ്റ്റേറ്റ് വാല്യൂ അല്ലെങ്കിൽ മാക്സിമം വാല്യൂ Q0ലേക്ക് എത്താണ്. ഇനി 63 or 0.63 Q0 ആ വാല്യൂവിലേക്ക് എത്താൻ എടുക്കുന്ന ടൈമാണ്
relaxation time tau is equal to CR. Okay. Now ഒരു സപ്പോസ് സർക്യൂട്ടിൽ നമുക്ക് റെസിസ്റ്റൻസ് കൂടുതലാണെങ്കിൽ, റെസിസ്റ്റൻസ് കൂടിയൊരു സർക്യൂട്ട് ആണെങ്കിൽ എന്തായിരിക്കും, റിലാക്സേഷൻ ടൈം ടോ കൂടുതലാണ്, ടോ ഇസ് ഈക്വൽ ടു CR. റിലാക്സേഷൻ ടൈം കൂടുതലാണെന്ന് പറഞ്ഞാൽ കുറച്ചുകൂടി റിലാക്സ്ഡ് ആയിട്ടായിരിക്കും അതിൻ്റെ മാക്സിമം വാല്യൂ എത്തിയിരിക്കുന്നത്, അല്ലെങ്കിൽ വളരെ സ്ലോ ആയിട്ടായിരിക്കും അതിൻ്റെ മാക്സിമം വാല്യൂവിലേക്ക് ചാർജ് ചെയ്യുന്നത്. സോ ദിസ് ഈസ് ഫോർ ലാർജ് CR. ഇനി ഒരു ലോ CR, റെസിസ്റ്റൻസ് കുറഞ്ഞതാണെങ്കിൽ, കുറഞ്ഞ CR സർക്യൂട്ട് ആണെങ്കിൽ വളരെ പെട്ടെന്ന് തന്നെ അത് മാക്സിമം വാല്യൂ Q0യിലേക്ക് ഇരിക്കും. ദിസ് ഈസ് ഫോർ small or short CR equal to tau, short relaxation time. ഇനി ഇതുപോലെ തന്നെയാണ് decay of capacitor through a resistor. ഇതുപോലെ തന്നെ നമുക്ക് അനലൈസ് ചെയ്യാം, അതും കൂടെ ഞാൻ ഡിസ്കസ് ചെയ്യാണ്. Decay of capacitor through a resistance R. ഇവിടെ നമ്മൾ ചെയ്യുന്നത് കപ്പാസിറ്റർ ഫുള്ളി ചാർജ് ചെയ്യാണ്. കീ ക്ലോസ് ചെയ്ത് വെച്ചതിന് ശേഷം കീ കുറച്ച് നേരം ക്ലോസ് ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിൽ കപ്പാസിറ്റർ അതിൻ്റെ മാക്സിമം ചാർജ് Q0യിലേക്ക് ചാർജ് ചെയ്യും. അതിനുശേഷം ഇത് ഓപ്പൺ ചെയ്യാണ്. അതിനുശേഷം ഇത് ഓപ്പൺ ചെയ്തിട്ട് സെല്ല് മാറ്റി നമ്മളതിനെ ഡയറക്റ്റ് കണക്ട് ചെയ്യാണ്. സോ ഇത് ചാർജ് ചെയ്തതിന് ശേഷം ഒരു കപ്പാസിറ്റൻസ് റെസിസ്റ്ററിൽ കൂടെ ഡിസ്ചാർജ് ചെയ്യാനായിട്ട് അനുവദിക്കുന്നു. അപ്പോൾ കപ്പാസിറ്ററിലെ ചാർജ് മുഴുവൻ ഈ റെസിസ്റ്റൻസിൽ കൂടെ ഡിസ്ചാർജ് ചെയ്യാണ്. സോ ഇക്വേഷൻ 1ൽ ഇക്വേഷൻ ഈ EMFൻ്റെ ഇക്വേഷൻ 1 ആണ്, E ഈക്വൽ ടു IR പ്ലസ് Q/C. ഈ ഇക്വേഷനിൽ സെക്കൻഡ് കേസിൽ, ഡിക്കേയുടെ കേസിൽ എന്തായിരിക്കും വരുന്നത്, നമ്മൾ സോഴ്സിനെ റിമൂവ് ചെയ്താൽ E 0 ആണ്. പിന്നെ എന്താ വരുന്നത്, IR പ്ലസ് Q/C. ഇവിടെ സോഴ്സിനെ റിമൂവ് ചെയ്തിട്ട് കപ്പാസിറ്റൻസ് റെസിസ്റ്ററിൽ കൂടെ ഡിസ്ചാർജ് ചെയ്യാൻ അനുവദിക്കുകയാണ്. സോ we have E is equal to 0, so equation 1 becomes I0 is equal to IR plus Q/C. ഇനി ഡെറിവേഷൻ നേരത്തെ പോലെ തന്നെ പ്രൊസീഡ് ചെയ്യുകയാണെങ്കിൽ വിൽ ഗെറ്റ് Q of t is equal to Q0 times e raised to minus t by CR. So this is the equation for discharge of charge through a resistance R. ഒരു കപ്പാസിറ്റൻസിലെ ചാർജ് നമ്മൾ ഒരു റെസിസ്റ്റൻസിയോട് ഡിസ്ചാർജ് ചെയ്യുകയാണെങ്കിൽ എങ്ങനെയാണ് ഡീക്കേ എന്നുള്ളതാണ് ഈ പ്രൊഫൈൽ കാണിക്കുന്നത്. നിങ്ങൾക്ക് ഈ ഇക്വേഷനിൽ കാണുന്ന പോലെ തന്നെ എക്സ്പോണൻഷ്യലായിട്ടാണ് ഡിക്രീസ് ചെയ്യുന്നത്, എക്സ്പോണൻഷ്യലായിട്ട് ഡിക്രീസ് ചെയ്യും. So this is time axis, this is charge Q of t, മാക്സിമം ചാർജ് Q0 ആണെന്ന് വിചാരിക്കുക. ആ Q0യിൽ നിന്ന് എക്സ്പോണൻഷ്യലായിട്ട് അത് ഡിക്രീസ് ചെയ്ത് 0യിലേക്ക് പോവുകയാണ്. നൗ റിലാക്സേഷൻ ടൈം ഇവിടെയും നമുക്ക് ഡിഫൈൻ ചെയ്യാം. റിലാക്സേഷൻ ടൈം മാക്സിമം ചാർജിൻ്റെ 36.8% ഓഫ് Q0 ആവാനെടുക്കുന്ന ടൈമാണ് റിലാക്സേഷൻ ടൈം ടോ ഇസ് ഈക്വൽ ടു CR എന്ന് പറയുന്നത്. അപ്പോൾ അതായത് എത്ര ഫാസ്റ്റായിട്ടാണ് അത് റിലാക്സ് ചെയ്യുന്നത് അല്ലെങ്കിൽ എത്ര ഫാസ്റ്റായിട്ടാണ് ഡിസ്ചാർജ് ചെയ്യുന്നതിൻ്റെ ഉള്ള ഒരു മെഷറാണ് റിലാക്സേഷൻ ടൈം ടോ എന്ന് പറയുന്നത്. ദെൻ അതിൻ്റെ യൂണിറ്റ് സെക്കൻഡ്സ് ആണ്. കപ്പാസിറ്റൻസും റെസിസ്റ്റൻസും ആണ് അതിൻ്റെ പ്രോഡക്റ്റ് ആണെങ്കിലും ഈ കോണ്ടസ്റ്റിൽ അതിൻ്റെ യൂണിറ്റ് സെക്കൻഡ്സ് ആണ്. റിലാക്സേഷൻ ടൈമിൻ്റെ യൂണിറ്റ് സെക്കൻഡ്സ് ആണ് വരുന്നത്. നേരത്തെ ഡെമോൺസ്ട്രേഷൻ ഞാൻ ഒന്നും കൂടെ എക്സ്പ്ലെയിൻ ചെയ്യാണ്. ആ ഡെമോൺസ്ട്രേഷനിൽ ആദ്യം നമ്മൾ കണ്ടത് LED ഡയറക്റ്റ് വിത്തൗട്ട് എനി റെസിസ്റ്റൻസ് കപ്പാസിറ്റൻസ് LED കൂടെ ഡിസ്ചാർജ് ചെയ്യാണ്. LED കൂടെ ഡിസ്ചാർജ് ചെയ്യുമ്പോൾ LEDക്ക് വളരെ ചെറിയൊരു റെസിസ്റ്റൻസേ ഉള്ളൂ. അപ്പോൾ R വളരെ കുറവാണ്. അപ്പോൾ R വളരെ കുറഞ്ഞു കഴിഞ്ഞാൽ എന്ത് പറ്റും, ടൈം കോൺസ്റ്റൻറ്റ് വളരെ കുറവാണ്. ടൈം കോൺസ്റ്റൻറ്റ് വളരെ കുറവാണെങ്കിൽ വളരെ പെട്ടെന്ന് തന്നെ അത് ഡിസ്ചാർജ് ചെയ്യും. അപ്പോൾ വളരെ പെട്ടെന്ന് തന്നെ കപ്പാസിറ്ററിലെ ചാർജ് മുഴുവൻ അത് LED കൊടുക്കുകയാണ്. LED പെട്ടെന്ന് തന്നെ ഗ്ലോ ചെയ്യും. പിന്നെ അത് പെട്ടെന്ന് തന്നെ അതിൻ്റെ ഡീക്കേ നടന്ന് പിന്നീട് നമുക്ക് കാര്യമായിട്ടുള്ള ലൈറ്റൊന്നും കാണാൻ കഴിയില്ല. സോ ദിസ് ഈസ് ഫോർ സ്മോൾ LED പോലുള്ള വളരെ ചെറിയ റെസിസ്റ്റൻസുകൾക്ക്. ഈ രണ്ടാമത്തെ എക്സാമ്പിളിൽ ഞാൻ കണക്ട് ചെയ്തത്, ചാർജ് ചെയ്ത കപ്പാസിറ്റർ കണക്ട് ചെയ്തത് മൾട്ടിമീറ്ററിലാണ്. മൾട്ടിമീറ്ററിൽ നമ്മൾ വോൾട്ടേജ് ഒക്കെ മെഷർ ചെയ്യുമ്പോൾ അതിൻ്റെ റെസിസ്റ്റൻസ് വളരെ കൂടുതലാണ്. ഇൻറ്റേർണൽ റെസിസ്റ്റൻസ് ഒരു ലാർജ് R ആണ്. അപ്പോൾ R കൂടുകയാണെങ്കിൽ എന്തുണ്ടാവും, CR അതിൻ്റെ പ്രോഡക്റ്റാണ്. കപ്പാസിറ്റൻസ് നമ്മൾ എടുക്കുന്ന കോൺസ്റ്റൻ്റ് ആണ്. റെസിസ്റ്റൻസ് കൂടുകയാണെങ്കിൽ റിലാക്സേഷൻ ടൈം കൂടുതലാണ്. റിലാക്സേഷൻ ടൈം കൂടുതലാണെന്ന് പറഞ്ഞാൽ ഇറ്റ് വിൽ ടേക്ക് മോർ ടൈം ടു റിലാക്സ്, ഇറ്റ് വിൽ ടേക്ക് മോർ ടൈം ടു ഡിസ്ചാർജ്. കുറേ സമയം എടുത്തിട്ടായിരിക്കും അത് ഡിസ്ചാർജ് ചെയ്യുന്നുണ്ടാവുക. അപ്പോൾ അതുകൊണ്ടാണ് മൾട്ടിമീറ്ററിൽ വളരെ കുറവ്, നമുക്ക് 3.345 444 43 അങ്ങനെ വളരെ സ്ലോ ആയിട്ട് ഇത് ഡിസ്ചാർജ് ചെയ്യുന്നത്. സോ ദിസ് ഈസ് ഫോർ ലാർജ് time constant tau is equal to CR.